Advocate Mini Ma'am is the Vice President of Chikitsa Nidhi Thrissur, and is a distinguished advocate in High Court of Kerala. Her relentless advocacy for ethical medical practices have been a guiding light in the legal medical community. It's a huge pleasure to have you here felicitating our program, ma'am. Over to you. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹക്കീം, നിങ്ങളുടെ പ്രിൻസിപ്പള് ഡോക്ടർ ബിന്ദു മാഡം, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഡോക്ടർ പ്രിൻസ്, ക്ലാസ്മേറ്റ്, ചിരിക്കുകയാണ്. ഞാനും ഈ കോളേജിൽ പഠിച്ച ഒരാളാണ്, അറിയുമെന്നറിയില്ല അല്ലേ. ഇതിൽ ജസ്റ്റിസ് ഹക്കീം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഡിക്കൽ സയൻസും. അദ്ദേഹം തന്നെ പറഞ്ഞു, ജഡ്ജിമാർ ചെയ്യുന്ന പണിയൊക്കെ ഇനി AI കൊണ്ട് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറയുന്ന പണി മാത്രമായി മാറുന്നു. ഒരുപാട് ഇപ്പം നമ്മളുടെ പ്രൊഫഷനിൽ AI വന്നു കഴിഞ്ഞു. ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലെല്ലാം ഇനി AI വഴിയാണ് സ്ക്രൂട്ടിനി അല്ലേ സാറ് ഒക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ യൂണിഫോമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ പ്രശ്നം തൊഴിൽ പോകും എന്ന് പറയുന്നതാണ്. യന്തിരൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാവരും കണ്ടോ? യന്തിരൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ടോ? കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് കാണണം. നമ്മുടെ ഒരു 10-15 വർഷം മുൻപ് എങ്ങനെയാണ് റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മുടെ സൊസൈറ്റിയിലേക്ക് കടന്നു വരാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തന്നൊരു സിനിമയാണ്. അപ്പം അതിൽ അവസാനം ഈ റോബോട്ടിനെ ഉണ്ടാക്കുന്നു, സയൻറ്റിസ്റ്റിൻ്റെ അതേപോലെ തന്നെ റോബോട്ട് വർക്ക് ചെയ്യുന്നു. സയൻറ്റിസ്റ്റിന് ഡിഫറൻ്റ് ആയിരുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അത് വൈകാരികതയായിരുന്നു. പ്രണയിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ലാസ്റ്റ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ യന്തിരൻ ഈ സയൻറ്റിസ്റ്റിനെ, കാമുകിനെ തന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്നതാണ്. സാറ് പറഞ്ഞതാണ് ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു കാര്യം. ഈ പ്രണയം കൂടി ഇനി റോബോട്ട് ചെയ്താൽ എന്തായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഇപ്പോൾ പരസ്യം കൊടുത്തു കഴിഞ്ഞു. എല്ലാം റോബോട്ടിക് സർജറികളെക്കുറിച്ചും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഞാൻ ഇന്നലെ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന ഡോക്ടേഴ്സിൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ അവർക്ക് പണിയില്ല, ഡോക്ടേഴ്സ്. അത് പ്രത്യേകിച്ച് അവരെ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറല്ല. അതിനെതിരായിട്ടുള്ള ഒരു സമരമാണ് അവർ ചെയ്തത്. അപ്പം അന്യ രാജ്യങ്ങളിൽ നിന്നും പഠിച്ചു വരുന്ന ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് കൂടുതലായി മാറുന്നു എന്ന് പറയുന്ന ഒരു വിഷയമാണ് സർക്കാർ അതിൽ പറയുന്നത്. അതേസമയം ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യാൻ നമുക്ക് ഡോക്ടേഴ്സുമില്ല. അപ്പം അതിന് പകരമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും റോബോട്ടിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇന്ന് ഭരണകൂടം തയ്യാറായി വരുന്ന ഒരു സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. അത് മെഡിക്കലിലുണ്ട്, ലീഗൽ പ്രൊഫഷനിലുണ്ട്. എല്ലാ സ്ഥലത്തും പ്രൊഫഷണൽസിനെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയും റോബോട്ട് വഴിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള പണി നടക്കുന്നു, കാര്യങ്ങൾ സ്പീഡായിട്ട് നടക്കുന്നു, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കണമല്ലോ. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം വഷളായി പോകും. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വലത് കൈക്ക് പകരം ഇടത് കൈ സർജറി ചെയ്തതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ഒരു പ്രശ്നം കഴിഞ്ഞാൽ, പക്ഷേ ആ ഡോക്ടർ അയാൾ കൺഫസ് ചെയ്തു. കാരണം എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അദ്ദേഹം അത് കാരണം എന്താ ചെയ്തത്? ഡോക്ടറെ സംബന്ധിച്ച് ഒരു ദിവസം അദ്ദേഹം 40-45 സർജറികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ നഴ്സുമാരാണല്ലോ അസിസ്റ്റ് ചെയ്യണത്, അതിൽ നിന്നും വന്ന ഒരു മിസ്റ്റേക്കായിരുന്നു അന്ന് സംഭവിച്ചത്. മിസ്റ്റേക്ക് ഈസ് മിസ്റ്റേക്ക്. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പുറത്ത് ആ ഡോക്ടറുടെ ജോലി ഭാരം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നോ രണ്ടോ സർജറി തന്നെ വളരെ വലിയ ഒരു ഹാർഡ് വർക്കാണ്.
അതിൻ്റെ ഇടയിൽ 45 ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു വിഭാഗത്തിലെ ഡോക്ടർ മാത്രം 45-50 സർജറികൾ 1 ഡേ ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ അതിന് ഒക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ റോബോട്ടിനെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന വർക്ക്, ഞങ്ങൾ സാറിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് അഡ്വക്കേറ്റ്സ് ഹൈക്കോടതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാറേ പറയട്ടെ, അതായത് കോടതികളിൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാം കൺസിലിയേഷൻ ഉണ്ട്, മീഡിയേഷൻ ഉണ്ട്, സെറ്റിൽമെൻ്റ് ഉണ്ട്, അദാലത്തുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഹൈക്കോടതികളെ സംബന്ധിച്ച് ചെറിയ കോടതികളിലെല്ലാം കേസുകൾ വേഗം വേഗം തീർന്നു പോകുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുക തന്നെയാണ്. ഒരു കേസ് വരുത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇന്ന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടാൻ 7 ദിവസം കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾക്ക് ഇന്ന് മെമ്മോ വെച്ചാൽ നാളെ കേസ് വരും. ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് കേസ് പെട്ടെന്ന് എടുക്കുകയും അയാൾക്ക് ഒരു റിലീഫ് കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിന്ന് നടക്കാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഞങ്ങൾക്കിപ്പോൾ ഒരു മെമ്മോ വെച്ചാൽ ഈ കേസ് പോസ്റ്റ് ചെയ്യണത്. അതും ഇപ്പോൾ തീരെ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. നമ്മളിത് വെച്ച് കാത്തിരിക്കുക തന്നെയാണ്. അല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. ഞങ്ങൾക്ക് വേറെ കേസ് വരുത്തുന്നതിന് വേണ്ടിയുള്ള വേറെ ഒരു മാർഗവും അവിടെയില്ല. അപ്പോൾ അവിടെ ജഡ്ജിമാരെ സംബന്ധിച്ച് ജഡ്ജിമാർ പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വർക്കാണ്. അവരെ സംബന്ധിച്ച് ഒരു 60 കേസ് 70 കേസ് കൂടുതൽ അവരെ സംബന്ധിച്ച് ഒരു ദിവസം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് ജഡ്ജിമാർ പറയണത്. അതിലൊരു റിയാലിറ്റി ഉണ്ട്. ഒരു മനുഷ്യനെന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന വർക്കിന് ഒരു റിയാലിറ്റി ഉണ്ട്. എന്നാൽ അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താ? അതിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ചും ക്ലയൻസിനെ സംബന്ധിച്ചും കേസുകൾ തീർപ്പാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇന്ന് രാവിലെയും തല്ല് കിട്ടിയിട്ട് വരുന്ന ഒരാളാണ് ഞാൻ. തല്ലിടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ കൂടെ ഈ കേസ് വിളിച്ച് നമ്മൾ കേസ് മെമ്മോ വെച്ചാൽ വരുന്നില്ല, പെറ്റീഷൻ വെച്ചാൽ വരുന്നില്ല. ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായി നമ്മൾ കാണുക. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇത്തരം ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയും. സാറ് പറഞ്ഞതുപോലെ വലിയ ഹാമില്ലാത്ത, അതായത് ഓരോ വിഷയത്തിലും ഒരു സിവിൽ കേസിനെ സംബന്ധിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയോ റോബോട്ട് വഴിയോ അത് സെറ്റിൽ ചെയ്യാനോ അത് ഡിസൈഡ് ചെയ്യാനോ പറ്റില്ല. അതിന് ജഡ്ജ് തന്നെ വേണം, ഹൃദയം വേണം, അറിവ് വേണം, അതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിലെടുക്കേണ്ടി വരും. ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചും അതിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതല്ലാത്ത പല കേസുകളും ഉണ്ട്. അതിൽ തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിനെ സംബന്ധിച്ച് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഏതൊക്കെ സർജറി, ഇപ്പോൾ ആസ്ട്ര മെഡിസിറ്റിനെ സംബന്ധിച്ചും ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള എല്ലാ ആശുപത്രികളെ സംബന്ധിച്ചും സ്വകാര്യ ആശുപത്രികൾ വലിയ പരസ്യങ്ങൾ സർജറിയുമായി ബന്ധപ്പെട്ടുണ്ട്. കീ ഹോൾ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനെ ഡയഗ്നോസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതെല്ലാം ഇന്നിപ്പോൾ നമ്മളോട് അഡ്വർടൈസ്മെൻറ്റ് വഴി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിലൊക്കെ തീർച്ചയായിട്ടും എങ്ങനെയാണ് മെഡിക്കൽ നെഗ്ലിജൻസ് കുറയുക എന്ന്. ഇപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നിയമങ്ങൾ വരുന്നു. ഡോക്ടേഴ്സ്, ഇപ്പോൾ കൽക്കത്തയിൽ ഒരു ഡോക്ടർ, അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, ഒരു ഡോക്ടർ 16 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇനി വന്ന് വിളിക്കരുത്. ഒരു സർക്കാർ ആശുപത്രിയിൽ ഇനി ആരും വിളിക്കരുത് എന്ന് കരുതി സ്വൈര്യമായ രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ പോയി അവർ കിടക്കുന്നത്. ആ സമയത്താണ് ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും. അപ്പോൾ അത്രയ്ക്കും വർക്ക് ഡോക്ടേഴ്സും ആശുപത്രി സ്റ്റാഫും ചെയ്യുന്നുണ്ട്. അപ്പം ഞാനന്ന് 2011 നേഴ്സുമാരുടെ ഇടയിൽ സംഘടന ഉണ്ടാകാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഓപ്പറേഷൻ തിയേറ്ററിൽ നേഴ്സുമാർ 22 മണിക്കൂർ വരെ നിന്നവരുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ ഡോക്ടേഴ്സിൻ്റെ അപര്യാപ്തത, ഡോക്ടേഴ്സിൻ്റെ വർക്ക് ലോഡ്, അതുപോലെ നഴ്സുമാരുടെ വർക്ക് ലോഡ്, ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കരുതും മെഡിക്കൽ നെഗ്ലിജൻസും അതിൽ കുറയും. കാരണം ആക്യുറേറ്റ് ആയിട്ടായിരിക്കും ഇതിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായാലും അല്ലെങ്കിൽ റോബോട്ടിനായാലും ഒക്കെ ചെയ്യാൻ കഴിയുക. അതിലപ്പുറം ഉള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ പരിമിതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും
റോബോട്ടിനൊക്കെ സംഭവിക്കും. അവിടെയാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുക, അതിൽ നിന്നും കാര്യങ്ങൾ അവരുടെ സർവീസ് കൊടുക്കുക, മനുഷ്യ ജീവനെടുത്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ ഒരു വശത്ത് തൊഴിൽ വലിയ രീതിയിൽ കുറയും, മറുവശത്ത് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ചില കാര്യങ്ങൾ ആക്യുറേറ്റ് ചെയ്യുന്നതിലപ്പുറം സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതായി വരുമ്പോൾ അതിലുണ്ടാകുന്ന മെഡിക്കൽ നെഗ്ലിജൻസിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് ഇന്നിവിടെ ഒരു നിയമം ഇല്ല എന്ന് പറയുന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മെഡിക്കൽ നെഗ്ലിജൻസായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിയമങ്ങൾ വരുന്നതിൽ പല പല നിയമങ്ങളുണ്ട്, പല രീതിയിലുള്ള പല ആക്റ്റുകളുമുണ്ട്. അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മെഡിക്കൽ നെഗ്ലിജൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുമുണ്ട്. അതിൽ ചില കാര്യം പക്ഷേ നമുക്കറിയാം രോഗികൾക്ക് മെഡിക്കൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും സമരം, ഒരു ഡോക്ടറെ തല്ലി സമരമാണ്, അവർ സംഘടിതരാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നെഗ്ലിജൻസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗികൾ സംഘടിതരല്ല. ഒരു ഹോസ്പിറ്റലിലും ഇപ്പോൾ ഒരു രോഗി മരിക്കുന്നു, ഇപ്പോൾ നമ്മുടെ എത്രയോ ഇൻസിഡൻസ് ഉണ്ടാവും, രോഗികൾ മരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ട് അവരുടെ റിലേറ്റീവ്സ് പെട്ടെന്ന് പ്രൊവോക്കഡാവും. ആ പ്രൊവോക്കഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അവർ ഡോക്ടറെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അതിനെ തടയുന്നതിന് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും എല്ലാ സ്ഥലത്തും നിയമമുണ്ട്. പക്ഷേ നമ്മുടെ പേഷ്യൻസിനെ അവർക്ക് എന്താണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ കൃത്യമായിട്ട് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളുടെ അപര്യാപ്തത നമ്മൾ നേരിടുന്നുണ്ട്. അതും കൂടി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചതിൽ ചികിത്സാനിധിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.